ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം. അത്ഭുതങ്ങളും അടയാളങ്ങളും എക്കാലവും മനുഷ്യരെ ആകർഷിക്കുന്നവയാണ്. അടയാളം അന്വേഷിക്കുന്നവർ സ്വാത്വികന്മാരിൽ പോലും ഉണ്ടാകാം. എന്നാൽ അടയാളം എന്തോ ഒന്നിൻ്റെ അടയാളമാണെന്നും മറ്റൊന്നിൻ്റെ വരവിനെ അഥവാ സാന്നിധ്യത്തെ അത് ലക്ഷ്യപ്പെടുത്തുന്നുവെന്നും മറക്കാൻ പാടില്ല. അത്ഭുതങ്ങൾ കണ്ടു ഭ്രമിച്ച് അതാണ് സർവവും എന്ന് ചിന്തിക്കുന്നവർ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നവരാണ്. ഈ സത്യത്തിലേക്കാണ് കർത്താവിൻ്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. യേശു ചെയ്ത അടയാളങ്ങളെല്ലാം ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. നാം ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ മക്കളായി തീരണം എന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് കർത്താവ് ഭൗതിക ആഗ്രഹത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണത്തെ നിരുത്സാഹപ്പെടുത്തിയതും ആത്മീയ ആഗ്രഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും. ദേഹരക്ഷയ്ക്കായി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവർ, യേശു പറഞ്ഞു, നിങ്ങൾ അപ്പം തന്നെ തൃപ്തരായതിനാലാണ് എന്നെ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം യേശു കൊടുത്ത അപ്പം തിന്ന ജനം ഇന്നും അവനെ അവിടെ അന്വേഷിച്ചു. കാണാതായപ്പോഴാണ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞത്. അവർ യേശുവിനെ അന്വേഷിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ഉദ്ദേശം ദേഹരക്ഷ മാത്രമാണ്. ദേഹരക്ഷയേക്കാൾ പ്രധാനം ആത്മരക്ഷയാണ് എന്ന് യേശു പഠിപ്പിക്കുന്നു. നിത്യജീവൻ്റെ ആഹാരം സാക്ഷാൽ ക്രിസ്തു തന്നെ. നിത്യജീവൻ തരുവാൻ വന്നിരിക്കുന്നവനെ പിതാവാം ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അതിനാൽ അവൻ നമുക്ക് അത് തരും. അവനെ ഉൾക്കൊള്ളുന്നതാണ് നിത്യജീവൻ്റെ ആഹാരം. യേശു സ്വർഗത്തിൽ നിന്ന് വന്ന മന്നയാവുന്നു. പുറപ്പാട് പുസ്തകം 16:31 മന്നയെക്കുറിച്ച് കാണാം. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ നൽകിയ ആഹാരം അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂടിയ ദോശയോടൊത്ത രുചിയുള്ളതുമായിരുന്നു. കൊത്തമ്പാലരി പോലെ ചെറുതായി തീർന്ന വലിയവനാണ് യേശു എന്ന ജീവമന്ന. വെണ്മ നിറമുള്ളത്, എന്നാൽ അവൻ വെണ്മയുള്ളവനും പരിശുദ്ധനുമാണ്. പാപമൊഴികെ നമ്മോട് സമൻ. വെണ്മയും ചുവപ്പുമുള്ള സർവാംഗ സുന്ദരനാണവൻ. മാലാഖമാർ പുകഴ്ത്തുന്ന പരിശുദ്ധനാണവൻ. തേൻ കൂട്ടിയ ദോശ പോലെ രുചിയുള്ള മന്നയാണവൻ. അവനെ ഉൾക്കൊണ്ടാൽ മനുഷ്യജീവിതം രുചിയുള്ളതും ആസ്വാദ്യമായി തീരുകയും ചെയ്യും. നീ അടയാളം ചെയ്താൽ നിന്നിൽ വിശ്വസിക്കാം എന്ന മനോഭാവത്തെയാണ് യേശു ചോദ്യം ചെയ്യുന്നത്. അത്ഭുതം കണ്ടിട്ടുള്ള വിശ്വാസം ക്ഷണികമാണ്. അത്ഭുതം വേണ്ട, അടയാളം വേണ്ട എന്ന് വിശ്വസിക്കാൻ നാം തയ്യാറാകണം. കാണാതെ പോലും വിശ്വസിക്കുന്നവർ കണ്ടു വിശ്വസിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണല്ലോ. സുഖത്തിനും ദുഃഖത്തിനും ഒന്നുപോലെ ദൈവത്തെ ആശ്രയിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തിയുടെ വഴി. ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യനും ചെയ്യണം. വേറിട്ടൊരു പ്രവൃത്തി മനുഷ്യന് പാടില്ല. ഏത് സാഹചര്യത്തിലും ഇത് മാത്രമാണ് അളവുകോൽ. ഈ സാഹചര്യത്തിൽ കർത്താവ് എന്ത് ചെയ്തേനെ എന്ന അന്വേഷണം എപ്പോഴും പ്രസക്തമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യം നമ്മുടെ നാവിൽ നിന്നും ഉയരേണ്ടതാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന പ്രഖ്യാപനം ആഹ്ലാദത്തോടും നന്ദിയോടും നാം ശ്രദ്ധിക്കണം. ഈ ആഹാരം മാത്രമാണ് നമുക്ക് ആശ്രയം. ഈ ജീവിതത്തിലും അപ്പുറത്തും നാം ഓരോരുത്തരും ഓരോ ജീവമന്യാകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.